നമസ്കാരം, എല്ലാവർക്കും ആൻസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇതെന്റെ മോൻ അഭയാണ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അതെ, ഈ മാസം എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് റിലേറ്റഡ് ആക്ടിവിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ പ്രാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് ഷടേന്ന് പോയി നോക്കിയിട്ട് വരാം. ഇന്നത്തെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: ഏതെങ്കിലും പേപ്പർ, സ്കെയിൽ, പെൻസിൽ, ഗമ്മ്, സിസേഴ്സ്, പേപ്പർ പഞ്ച്. ഈ ഒരു പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ വരയ്ക്കുകയോ വേണം. ഈ ഒരു പാറ്റേൺ നിങ്ങളൊരു A4 ഷീറ്റിലേക്ക് പകർത്തുക. എന്നിട്ട് നിങ്ങൾ ഏത് പേപ്പറാണോ യൂസ് ചെയ്യുന്നത് ആ പേപ്പറിലേക്ക് പകർത്തുക. ഞാൻ പകർത്തുന്നതിന് മുന്നേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പകർത്താൻ വേണ്ടിയിട്ടാണ് എളുപ്പം. അപ്പം ഞാൻ പകർത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ഈ പാറ്റേൺ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ 5 എണ്ണം വേണം. അപ്പം നമുക്ക് ഇങ്ങനത്തെ 5 എണ്ണം വരച്ചേച്ചും വരാം. ഇത് കട്ട് ചെയ്ത മാതിരി നമുക്കിനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വരണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേപ്പറിൻ്റെ ഈ ഒരു സെഗ്മെൻ്റ് ഇല്ലേ, അത് കട്ട് ചെയ്യണം. ഇവിടം വരെ മാത്രം കട്ട് ചെയ്താൽ മതി. ഈ ഒരു സെക്ഷൻ മാത്രം കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വരച്ചേക്കുന്ന ഓരോ വരകളും ഇല്ലേ, അത് നന്നായിട്ട് മടക്കണം. പറയാൻ മറന്നു, ഇത് നമ്മൾ ഉള്ളിലേക്കല്ല കേട്ടോ മടക്കേണ്ടത്, ഇത് പുറത്തേക്കാണ് മടക്കേണ്ടത്. ഈ ഒരു ഇതില്ലേ ഫസ്റ്റ് വണ്ണ്, ആ ഫസ്റ്റ് വൺ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നത്, ആ ഒരു ഫ്ലാപ്പിലേക്ക് നമ്മൾ ഗമ്മ് തേക്കുക. നമ്മൾ ഗമ്മ് മുഴുവൻ സ്റ്റിക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങ് സ്റ്റിക്ക് ചെയ്യാം. ആ അറ്റവും അപ്പുറത്തെ അറ്റവും കൂടി അങ്ങ് സ്റ്റിക്ക് ചെയ്യുക. ഇത് സ്റ്റിക്കാവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതും ഇതേക്കൂട്ട് ചെയ്തെടുക്കാം. സ്റ്റിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പൊസിഷനിലേക്ക് ആക്കുക, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസൈൻസ് വേണം. അപ്പം ഞാനിവിടെ സിമ്പിൾ ഡിസൈനായിട്ട് പേപ്പർ പഞ്ച് ഹോൾസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ നമ്മളിത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഈ 2 ഫ്ലാപ്പില്ലേ, ഈ 2 ഫ്ലാപ്പിൽ ഗമ്മ തേക്കാം. നമുക്ക് തേക്കാം. ഈ ഫ്ലാപ്പില്ലാത്ത ഭാഗത്തില്ലേ, ഇത് വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കാം. കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് വരാം. നമുക്കിത് വെയിറ്റ് ചെയ്യാം, സ്റ്റിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറേ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരുപാട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് കണ്ടു. അപ്പോൾ ഇതിനെ ഇങ്ങനെ കെട്ടുക എന്നുള്ളത്. അപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റാർ വിടർത്തണം. മെല്ലെ ഇനിയിപ്പോൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നൂലെടുക്കണം. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 2 ഓട്ടയില്ലേ, ഈ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടി ഇടാം. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, വേറൊന്നും കൊണ്ടല്ല, കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രോയിലുണ്ടായിരുന്ന സ്റ്റാർസും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പുറത്തുനിന്ന് സ്റ്റാർ മേടിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ
നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ബൈ.